മലയാളത്തിലെ പ്രതിഭാഷ ശ്രീ അർഷാദ് ബത്തേരി, മലയാളത്തിലെ പ്രതിഭാശാലിയായ ചെറുതാകത്ത്, വയനാട് ജില്ലയിലെ ബത്തേരി സ്വദേശി, ഇപ്പോൾ കോഴിക്കോട് ഒലീവ് പബ്ലിക്കേഷൻസിന്റെ മാനേജിംഗ് എഡിറ്ററായി ജോലി ചെയ്യുന്നു. മരിച്ചവർക്കുള്ള കുപ്പായം, ഭൂമിയോളം ജീവിതം, മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും, ചുരം കയറുകയാണ് ഇറങ്ങുകയാണ് എന്നീ പുസ്തകങ്ങളുടെ കർത്താവ്. തമിഴ്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, ജർമ്മൻ ഭാഷകളിലേക്ക് കഥകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഗോഡ് ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിട്ടുണ്ട് ശ്രീ അർഷാദ്. ഭൂമിയോളം ജീവിതം എന്ന തമിഴ് ചെറുകഥ തമിഴ്നാട് സർക്കാർ 9ാം ക്ലാസ്സിലെ പാഠ്യവിഷയമാക്കിയിട്ടുണ്ട്. ഓർമ്മകൾ പൂക്കുന്ന എഴുത്തിന്റെ സന്ദർഭത്തിൽ ബാല്യത്തിന്റെ നിഷ്കളങ്കമായ കുന്നിൻ മുകളിൽ വെച്ച് പൊലിഞ്ഞുപോയ നട്ടുച്ചകളെ കുറിച്ച് എഴുതാൻ മുതിർന്നപ്പോഴൊക്കെ കണ്ണുകൾ നിറഞ്ഞുപോയ നിമിഷങ്ങൾ ഉണ്ടെന്ന് കുമ്പസാരക്കൂട്ടിലെ വിലാപങ്ങൾ പോലെ മനസ്സ് തുറക്കുന്നു ഈ കലാകാരൻ. ഹൃദയഭേദകമായ ഭാഷയിൽ കുറിച്ചെടുത്ത മുഹൂർത്തങ്ങളെ എഴുത്തിന്റെ നിമിഷങ്ങളെന്ന് വിളിക്കാമോ എന്ന് പലപ്പോഴും സന്ദേഹിക്കുന്നുണ്ട് ശ്രീ അർഷദ്. ഇത്ര തീഷ്ണമായ ജീവിതത്തെ ഊഷ്മളമായ ഭാഷ കൊണ്ട് ആലേഖനം ചെയ്യാനും വായനയെ ആനന്ദിപ്പിക്കാനും നടത്തുന്ന ശ്രമങ്ങളാണ് ഈ ചെറുപ്പക്കാരന് കഥ പറച്ചിൽ. കൈവിട്ടുപോയ കണയമ്പ് പോലെ അത് വായനക്കാരുടെ ഹൃദയഭിത്തികളിച്ചും തറിക്കുകയും ചെയ്യുന്നു. അപ്പോഴൊക്കെ ഉള്ളിൽ ചോര പൊടിയുന്ന നിമിഷങ്ങൾ വായനക്കാർ തൊട്ടുനോക്കുന്നുണ്ട്. തെരഞ്ഞെടുത്ത വാക്കുകളിലെ കണിശത, ആത്മീയ ഭാവം, ഘടന ഒക്കെയും ആസ്വാദകരെ അസൂയപ്പെടുത്തുന്നു. വികലമായ മതബോധവും കപടരാഷ്ട്രീയവും ചേർന്ന് മനുഷ്യനെ എക്കാലത്തും ഭ്രാന്തിലേക്ക് നയിച്ചു. ചെറുതും വലുതുമായ ലോകത്തിന്റെ എല്ലായിടങ്ങളിലും അഭിരാമം തുറന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ എന്ന ആത്യന്തിക ബോധത്തിൽ നിന്നും ലോകം കിരാതമായ ഒരു അവസ്ഥയിലേക്ക് ഒഴുകിപ്പോകുമ്പോൾ സ്നേഹത്തിന്റെയും ചെറുതടയണകൾ തീർക്കാൻ നമുക്കിടയിൽ ചിലരുണ്ട്. ലോകവിചാരങ്ങൾ സൃഷ്ടിക്കുന്നവർ. അർഷാദിന്റെ സാഹിത്യ ജീവിതവും വ്യക്തി ജീവിതവും അടുത്തറിയുന്നവർക്ക് അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയോടും മതിപ്പ് തോന്നാതിരിക്കില്ല. അദ്ദേഹം പറയുന്നു, ജീവിതമേ എന്തു തന്നെയായാലും സ്നേഹിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും കൊടുക്കാനുള്ള എന്നിലെ ശേഷിയെ നീ തട്ടിപ്പറിക്കരുതേ എന്നും എന്നെ ചതിക്കരുതേ എന്നും. മനുഷ്യ സ്നേഹത്തിന്റെ അധിഷ്ഠിതമായ ജീവിതത്തിലും എഴുത്തിലും കൊണ്ട് നടക്കുന്ന പ്രതിഭാശാലിയായ ചെറുപ്പക്കാരന്റെ മനസ്സ് തുറക്കുകയാണ് ഇവിടെ. ഒരു പാതി ഉത്കണ്ഠ നിറഞ്ഞ ജീവിതത്തിൽ മറുപാതി എഴുത്തിൽ സമർപ്പിച്ച ഈ ചെറുപ്പക്കാരനെ കാണാൻ പോകുവാൻ ശ്രീ അർഷാദ് പ്രിയപ്പെട്ടവരെ, അടുത്തായി അർഷാദിന്റെ പുരസ്കാര സമർപ്പണമാണ്. അദ്ദേഹത്തിന് പുരസ്കാരം സമർപ്പിക്കുന്നത് പ്രിയപ്പെട്ട കൽപ്പറ്റ നാരായണ മാസ്റ്ററാണ്. അദ്ദേഹത്തെയും അർഷാദിനെയും ക്ഷണിക്കുന്നു. പ്രവാസി ട്രസ്റ്റിന്റെ ട്രസ്റ്റിയായ റഫീഖ് മാമിന്റെ അദ്ദേഹത്തിന് ഭൂമിയോളം ജീവിതം എന്ന ഗ്രന്ഥം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആഖ്യാന ശൈലിയിലും പ്രമേയ സ്വീകരണത്തിലും കഥാവിത്ത് പുലർത്തുന്ന സൂക്ഷ്മത മലയാള കഥാശാലയ്ക്ക് പുതിയൊരുണർവ് നൽകുന്നതായി വിലയിരുത്തുന്നു. മലയാള വായനാ ലോകത്ത് സജീവമായി എത്തിപ്പെടാൻ കഴിയുന്ന ഈ എഴുത്തുകാരൻ പ്രവാസി ബുക്ക് ട്രസ്റ്റിന്റെ ഈ വർഷത്തെ സർഗസമീക്ഷ പുരസ്കാരം ആദരവോടെ സമർപ്പിക്കുന്നു. കൺവീനർ ആദ്യമായി
ലേഖന വിഭാഗത്തിൽ നാസർ ബേപ്പൂർ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി നാസർ ചെറുവാടിയെ ക്ഷണിക്കുക.